മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാര് ധാരാളം പണം സമ്പാദിച്ചുകൊണ്ട് അഹങ്കരിച്ച് ജീവിക്കുന്നത് കാണുമ്പം സാധാരണക്കാര് പറയുന്നൊരു വാക്കുണ്ട്. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നു. പക്ഷെ ദൈവം ആരെയും ദുഷ്ടനെ ആയാലും ശിഷ്ടനെ ആയാലും ദൈവം വളർത്താനും ഇല്ല തളർത്താനും ഇല്ല. ദൈവം അങ്ങനെ ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കാം, ദുഷ്ടനെ പന പോലെ വളർത്താം, ഇവനെ പരീക്ഷിക്കാം, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ശക്തിയല്ല ദൈവം. ദൈവത്തിന് ആരെയും പരീക്ഷിച്ചിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. സകലതും അറിയുന്ന, സകലതിലും കുടികൊള്ളുന്ന ദൈവത്തിന് ആരെയെങ്കിലും പരീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ആകെയുള്ളത് അവനവന്റെ പ്രവൃത്തി കൊണ്ട് ഓരോരുത്തരും സ്വയം ആരാണെന്ന് തെളിയിക്കുന്നത് മാത്രമാണ് ഇവിടെ നടക്കുന്ന ആകെ ഒരു കാര്യം. പ്രപഞ്ച നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമാണ്. അതിന് ഭേദവ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഒരു പ്രവർത്തനത്തിന് അതിൻ്റെതായ ഫലം ഉണ്ടാകുന്നുള്ളത് ഒരു പ്രപഞ്ച നിയമമാണ്. അത് ആര് ചെയ്താലും ആ പ്രപഞ്ച നിയമം അതിനനുസരിച്ച് തന്നെ നടന്നുകൊണ്ടിരിക്കും. അതിപ്പോ ഒരു ദുഷ്ടന്റെ കാര്യം എടുക്കുവാണെങ്കിൽ അയാള് ഒരു എത്ര കിട്ടിയാലും അയാൾക്ക് മതിയാകാതെ അയാള് വീണ്ടും വീണ്ടും ഈ ധനം ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അയാള് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും അയാളത് കാര്യാക്കാതെ അതിന്റെ അപ്പുറത്ത് പോയിക്കൊണ്ട് അയാള് ആ ധനം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലം തന്നെയാണ് അയാളുടെ ഈ ധനം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിന്റെ കാര്യവും. പക്ഷെ ദുഷ്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ ഒരിക്കലും ധർമ്മത്തിന്റെ വഴി സ്വീകരിക്കുന്നില്ല പണം ഉണ്ടാക്കാൻ. മറ്റുള്ളവരെ ഉപദ്രവിച്ചും പിടിച്ചു പറിച്ചും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതെല്ലാം കയ്യിൽ നേടിയിട്ടായാലും അയാള് അയാളുടെ ധനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് ധർമ്മത്തിന് വിരുദ്ധാണ്. അധാർമികമായ രീതിയിലാണ് അയാള് പണം ഉണ്ടാക്കുന്നത്. പക്ഷെ അയാൾ അവിടെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നല്ലവരായ ആൾക്കാർ ഇത് കണ്ട് ഭ്രമിച്ചു പോവും. ഈ പണമല്ല ഇയാൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും കിട്ടിയതാണെന്നാണ് എല്ലാരും തെറ്റിദ്ധരിച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒരു അധർമ്മത്തിന്റെ വഴിയിൽ പോലും ഒരാൾക്ക് പണം ഉണ്ടാക്കാൻ സുഖമായിട്ട് കഴിയുമെങ്കിൽ നല്ലവരായ ആൾക്കാർക്ക് നല്ല വഴിയിലൂടെയും അതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം പ്രപഞ്ചം കൂട്ട് നിന്നാൽ തന്നെ അത് നല്ലവർക്ക് മാത്രമേ കൂട്ട് നിൽക്കുകയുള്ളൂ. അഥവാ ദൈവം പ്രത്യേകമായി ഒരു കൂട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നന്മയ്ക്ക് മാത്രമേ ദൈവം കൂട്ട് നിൽക്കൂ. അതുകൊണ്ട് തന്നെ ദുഷ്ടനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് നേരായ വഴിയിൽ പണം ഉണ്ടാക്കാൻ പറ്റും. പണം ഉണ്ടാക്കുന്നത് എപ്പോഴും തെറ്റിന്റെ രീതിയിലായിരിക്കണം എന്നുള്ളത് അതും നമ്മുടെ ഒരു തെറ്റായ ധാരണ മാത്രമാണ്. ദുഷ്ടനായ ഒരാൾക്ക് അധർമ്മത്തിന്റെ വഴിയിൽ പോലും പണം ഉണ്ടാക്കുന്നതിന് ഒരു തടസ്സം ഈ ഭൂമിയിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നല്ലവരായ ആൾക്കാർക്ക് നല്ല വഴിയിലൂടെയും പണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ പണത്തിന്റെ വിനിയോഗത്തിന്റെ കാര്യത്തിലാണ് ദുഷ്ടനും ശിഷ്ടനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. ഒരു ദുഷ്ടന്റെ അടുത്ത് ആരെങ്കിലും അത്യാവശ്യത്തിന് ഒരു സഹായത്തിന് പോവുകയാണെങ്കിൽ അയാൾ ഒരു 10 രൂപ പോലും കൊടുക്കൂല. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കൊള്ള പലിശയ്ക്ക് മാത്രമേ കൊടുക്കൂ. പക്ഷെ നല്ല ഒരാള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് യഥാർത്ഥത്തില് സഹായം ആവശ്യമില്ലാത്ത ഒരാളായിരിക്കും സഹായത്തിന് വേണ്ടി വരുന്നത്. എന്നാൽ പോലും അപ്പുറം ഇപ്പുറം നോക്കാതെ കയ്യിലുള്ളത് മുഴുവനും എടുത്ത് കൊടുക്കും. ചിലപ്പം ഇല്ലാത്ത പൈസയാണെങ്കിൽ ആരോടെങ്കിലും കടം മേടിച്ച് പോലും നല്ലവരായ ആൾക്കാർ മറ്റുള്ളവരെ സഹായിക്കാൻ നിൽക്കുന്നത് കാണാം. ഇത്തരക്കാരെ ഒരു കടക്കണിയിലേക്കോ ഒരു ദാരിദ്ര്യത്തിലേക്കോ ഒക്കെ കൊണ്ടുപോയെത്തിക്കുകയുള്ളൂ. അപ്പോൾ ദുഷ്ടന്റെ അടുത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ധനസമ്പാദനത്തിന് അയാളുടെ ആ ഒരു നിരന്തരമായിട്ട് അയാൾ ശ്രമിക്കുന്ന ആ ശ്രമം. ധനം സമ്പാദിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അയാൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അയാളുടെ വഴി മോശമാണ്, അധർമ്മത്തിൻ്റെയാണ്. ആ വഴിയിലൂടെ നമ്മൾ പോകാതെ നമ്മൾ നമ്മുടേതായ ധർമ്മത്തിന്റെ വഴിയിലൂടെ പോയി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പണം വർദ്ധിച്ചു വരും. ദുഷ്ടനെ കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സഹായം ചോദിച്ചു വരുന്നവരോട് അവർക്കുള്ളൊരു സമീപനം. അവര് സഹായിക്കൂല. സഹായിച്ചാലും അവർക്ക് ലാഭം വരുന്ന രീതിയിൽ മാത്രമേ അവര് ഒരു സഹായം ചെയ്യുള്ളൂ. നല്ലവരായ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആലോചിച്ചിട്ട് മാത്രമേ ഒരാളെ സഹായിക്കാവൂ. കയ്യിലിരിക്കുന്ന പൈസ മുഴുവനായി എടുത്തു കൊടുത്ത് അല്ലെങ്കിൽ കടം മേടിച്ച് ഒരു കടം നമ്മുടെ തലയിലൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വേറൊരാളെ സഹായിക്കുക, ഇങ്ങനൊക്കെ ചെയ്യുന്നത് മണ്ടത്തരം തന്നെയാണ്. നമ്മൾ കടം ആണ് ആക്കുന്നതെങ്കിൽ ആ കടം നമ്മൾ വീട്ടാനും ബാധ്യസ്ഥരായിരിക്കും. അപ്പം നമ്മൾ കടം മേടിച്ച് വേറൊരാളെ സഹായിച്ചതല്ലേ, അപ്പം നമുക്ക് ദൈവം ഏതെങ്കിലും വഴി കൊണ്ടുതരുന്ന അങ്ങനെ ഒരിക്കലും നടക്കൂല.
നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം സഹായിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അംശം, അവർ ചോദിക്കുന്ന മുഴുവനും പൈസ അങ്ങ് കൊടുക്കാതെ ഒരു ചെറിയ ഭാഗം നമ്മളെ കൊണ്ടാകുന്ന പോലെ മാത്രം കൊടുക്കാൻ നമ്മൾ നിൽക്കാവൂ. നമ്മൾ ചെയ്യുന്ന ഒരു സഹായം നമ്മളെ ഭാവിയിൽ ഒരു കടക്കെണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകാൻ ഇടവരാതെ നമ്മൾ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ്. അത് നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു ബാധ്യതയാണ്. അതായത് സഹായം ചോദിച്ചു വരുന്ന ആളിനോട് നമുക്കൊരു സഹായ മനസ്കത വേണം. പക്ഷെ നമ്മളെ മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും വേറൊരാളെ സഹായിക്കാൻ പോകരുത്. അപ്പോൾ നേരിന്റെ വഴിയിലൂടെ നിരന്തരമായിട്ടുള്ള ശ്രമം കൊണ്ടും നേടിയ പണം അനാവശ്യമായി ചെലവാക്കാതെ സൂക്ഷിച്ചുകൊണ്ടും നമ്മളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള സഹായം ചെയ്യാതെ ഇരുന്നുകൊണ്ടും ഒക്കെ ആർക്കും ധാരാളം പണം സമ്പാദിക്കാൻ പറ്റും.